ഷെൽഫ് അല്ലെങ്കിൽ അലമാരയിലെ കൂട്ടുകാർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ആദ്യ ഭാഗത്തിൽ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ബുക്സ് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അവസാനമായിട്ട് നമ്മൾ ചെയ്തൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ക്ലാസ്സിലെയും ലീഡേഴ്സ് അവരവരുടെ ക്ലാസ്സിലേക്ക് വേണ്ട ബുക്കുകൾ ബണ്ടിലാക്കി എടുത്ത് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ആക്ടിവിറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മൾ ഒന്നുകൂടെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്, നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് മിസ് ഒരു കാര്യം പറയാം. ഓരോ ക്ലാസ്സിലെ ക്ലാസ് ലീഡേഴ്സും അവരവർക്ക് ആവശ്യമുള്ള ബുക്കുകൾ ബണ്ടിലാക്കിയിട്ടാണ്, ബണ്ടിൽ പറഞ്ഞാൽ ഓരോ കെട്ടായിട്ടാണ് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ഒരു ബണ്ടിലകത്ത്, ഒരു കെട്ടിൻ്റെ അകത്ത് എത്ര പുസ്തകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 10 പുസ്തകങ്ങളാണ് ഉള്ളതെന്ന് എൻ്റെ മക്കൾ ഓർമ്മിച്ച് വെക്കണം. ഓക്കെ, ഒരു കെട്ടിൻ്റെ അകത്ത് എത്രയാണ്? 10 പുസ്തകങ്ങളുണ്ട്. അങ്ങനത്തെ എത്ര കെട്ടുകൾ, എത്ര ബണ്ടിൽസ് എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ലാസ് നോക്കാം. ക്ലാസ് 1ന്റെ ക്ലാസ് ലീഡർ എത്ര കെട്ട് എടുത്തിട്ടുണ്ടെന്ന് അറിയോ? അതായത് 1 2 3. ഓക്കെ, 3 ബണ്ടിൽ എടുത്തിട്ടുണ്ട്. ഓരോ ബണ്ടിലും എത്രയാണ്? 10 ബുക്ക് വെച്ചാണുള്ളത് അല്ലേ? അപ്പോൾ 10 10 10 അല്ലേ? 3 10കൾ കൂട്ടിയിട്ട് എത്രയാണ്? 30 പുസ്തകങ്ങളാണ് 1ാം ക്ലാസ്സിലെ ലീഡർ ആകെ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ നിങ്ങൾ. ആ 30നെ നമ്മൾ വേറെ ഇപ്പൊ 3 തവണ 10 വെച്ച് കൂട്ടിയാൽ 30 ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? 3 ടൈംസ് നമ്മൾ 10നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. അതല്ലാതെ നമുക്ക് 30 വേറെ ഏത് രീതിയിലും കിട്ടും. നോക്കിക്കേ, 20 + 10 എത്രയാണ്? 30 ആണ് അല്ലേ? ഇങ്ങനെ നോക്കിക്കേ, ഈ 2 10ഉം കൂടെ കൂട്ടിയപ്പോൾ എത്രയായി? 20 ആയല്ലോ. ആ 20യുടെ കൂടെ 10 ആഡ് ചെയ്താൽ എത്രയാ കിട്ടുക? 30 ആണ് കിട്ടുക. ഇവിടെ ഉള്ള ബണ്ടിലിന്റെ എണ്ണം, ഇവിടെ തന്ന ബണ്ടിൽ 3 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ? 1 2 3 ബണ്ടിൽ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് 30 കിട്ടി. അപ്പോൾ ഓരോന്നിലും 10 10 10 വീതം നമുക്ക് 30 കിട്ടി. ഇവിടെ നമുക്ക് എത്രയേ ഉള്ളൂ? 2 ബോക്സേ ഉള്ളൂ അല്ലേ? 2 ബോക്സേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? 2 ബോക്സ് വെക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 30 കിട്ടണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ 2 ബണ്ടിലും കൂടെ ചേർത്ത് നമുക്ക് 20 കിട്ടി. അതിൻ്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി. ഓക്കെ, ക്ലിയർ. ഇനി അതുപോലെ അടുത്ത ക്ലാസ്സിലുള്ള ക്ലാസ് 2ലെ ക്ലാസ് ലീഡർ എത്ര ബുക്കാണ് കൊണ്ടുപോയതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമുക്ക് എത്ര ബോക്സുകൾ ഉണ്ട് ഇവിടെ? 1 2 3 4 4 ബണ്ടിലാണ് ഉള്ളത്. ഓരോന്നിൽ എത്രയാണുള്ളത്? 10 ബുക്ക് വെച്ചാണുള്ളത് അല്ലേ? അപ്പോൾ 4 തവണ 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാ ആൻസർ കിട്ടുക? അതായത് 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10. ഓക്കെ, ക്ലിയർ. അതായത് എത്രയാണ്? 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10. അപ്പൊ 4 തവണ 10 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 40 ആണല്ലേ കിട്ടുക? 40 അല്ലേ കിട്ടുക? അപ്പൊ 2ാം ക്ലാസ്സിലെ ലീഡർ ആകെ ടോട്ടൽ 40 ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 40ന് എന്ത് ചെയ്യണം? വേറെ രീതിയിൽ ഏതൊക്കെ, ഇപ്പൊ 4 തവണ 10 കൂട്ടിക്കഴിഞ്ഞാൽ 40 ആണ് കിട്ടുക എന്ന് നമ്മൾ പഠിച്ചു. ഇനി വേറെ ഏതൊക്കെ രീതിയിൽ കൂട്ടിയാലാണ് നമുക്ക് 40 കിട്ടുക എന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3. ഓക്കെ, 1 2 3 കള്ളിയേ ഉള്ളൂ. ഓക്കെ, 3 കള്ളിയേ ഉള്ളൂ. ഇവിടെ 4 എണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ 3 കള്ളിയേ ഉള്ളൂ. 3 കള്ളിയിലെ നമ്പറുകൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 40 കിട്ടണം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇവിടെ ആദ്യത്തെ കള്ളിയിൽ എത്ര തന്നു? 20 തന്നു, 20 തന്നു. അപ്പൊ നിങ്ങൾ 4 വിരലെടുത്തേ, 4 വിരലെടുക്കുക. അതിൽ ആദ്യത്തെ കള്ളിയിൽ എത്ര തന്നു? 1 2 3 4 അല്ലേ? അതിൽ ആദ്യത്തേൽ 20. അപ്പൊ 2 എണ്ണം നമ്മൾ മാറ്റി. ഓക്കെ, ഇനി എത്ര കൂടെ വേണം നമുക്ക് 40 കിട്ടാൻ വേണ്ടിയിട്ട്? വീണ്ടും 2 നമ്പേഴ്സ് വേണ്ടേ? 2 നമ്പേഴ്സ് വീണ്ടും വേണ്ടേ? അപ്പൊ നമുക്കിവിടെ 20 വീണ്ടും എഴുതാൻ പറ്റുമോ? അങ്ങനെ നോക്കുമ്പോൾ എത്ര കിട്ടും? അതായത് 20 കൂട്ടണം 20 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 0 2 2 4 40 കിട്ടും. പക്ഷെ നോക്കിക്കേ, ഇവിടെ 3 കള്ളിയില്ലേ? ഇവിടെ നമ്മളിപ്പോൾ 20 എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്ക് 40 ആയി. പ്ലസ് 10 കൂടെ ചേരുമ്പോൾ 40ൽ കൂടില്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതണം? 20നെ ഒരുമിച്ച് എഴുതാൻ പറ്റില്ല.
20 എന്നുള്ള നമ്പറിനെ ഒരുമിച്ച് എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും? 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? 20നെ 2 ആക്കി കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 20 എന്നുള്ളത് 10ഉം 10ഉം ചേരുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 20 കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 20നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ 10 എഴുതി. ഓക്കെ, 10 എഴുതിയില്ലേ? അപ്പം ഇപ്പം എത്ര നമുക്ക് കിട്ടും? 20 + 10 എത്രയാണ്? 30 ആണ്. 30 + 10 എത്രയാണ്? 40 ആണ്. നമുക്ക് ഇത് ഇവിടെ 40 ആൻസർ കിട്ടിയില്ലേ? ഇനി നോക്കിക്കേ, ഇനി 2 കള്ളിയേ ഉള്ളൂ. ഓക്കെ, 2 കള്ളി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 40 കിട്ടണം. ഓക്കെ, എങ്ങനെയാ നമുക്ക് 2 കള്ളി കൂട്ടിക്കഴിഞ്ഞാൽ 40 കിട്ടുക? ഓക്കെ, നമുക്ക് പല രീതിയിൽ കിട്ടും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഈ 20നെയും 10നെയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 30 കിട്ടും. ഓക്കെ, 30ന്റെ കൂടെ 10 ആഡ് ചെയ്താൽ 40 അല്ലേ? അല്ലേ? 30ന്റെ കൂടെ, അതായത് 4 ഉണ്ട്, 4 വിരലെടുത്തോ നിങ്ങൾ. അതിൽ 3 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം കൂടെ ചേർന്നാലാണ് 4 കിട്ടുക അല്ലേ? അതായത് 4 വിരല്, അതിൽ നമുക്ക് 3 എണ്ണം കഴിഞ്ഞു. ഇനി എത്ര കൂടെ വേണം 4ലേക്ക് ആവാൻ വേണ്ടിയിട്ട്? ഒരു വിരലൂടെ ചേർന്നാൽ പോരെ? അപ്പം അതുപോലെ 30 + 10 എന്താണ്? 40 ആണ്. അല്ലെങ്കിൽ എങ്ങനെയും നമുക്ക് എഴുതാം? 20 + 20 എത്രയാണ്? 40 ആണ്. നമ്മൾ നേരത്തെ കിട്ടിയില്ല നമുക്ക്? 20 + 20 എത്ര തന്നെയാണ് കിട്ടുക? 40 ആണ് കിട്ടുക അല്ലേ? ഓക്കെ, ഇനി അപ്പൊ 2ാം ക്ലാസ്സിലെ ലീഡേഴ്സ് എത്ര ബുക്കാണ്? 40 ബുക്കാണ് എടുത്തത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കേ നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, ഇവിടെ എത്ര ബണ്ടിലുകളാണ് തന്നിട്ടുള്ളത്? 1 2 3 4 5. ഓക്കെ, 5 ബണ്ടിലുണ്ട്. ഓരോന്നിലും എത്ര ബുക്ക് വെച്ചാണ് ഉണ്ടാവുക? ഓരോ ബണ്ടിലും 10 ബുക്കല്ലേ? ഇവിടെ ആണെങ്കിൽ 5 ബണ്ടിലും ഉണ്ട്. അപ്പൊ ഓരോന്നിലും 10 വെച്ചല്ലേ ഉണ്ടാവുക അല്ലേ? അതായത് 10 10 10 10 10. അപ്പൊ എത്രയായി? 5 തവണ 10നെ നമ്മൾ കൂട്ടുമ്പോൾ എത്രയാ നമുക്ക് കിട്ടുക? 50 അല്ലേ കിട്ടുക അല്ലേ? അപ്പോ 5 ബണ്ടിൽ എടുത്തു 10 ബുക്കിന്റെ. ആര്? ക്ലാസ് 3ാം ക്ലാസ്സുകാര്. ഓക്കെ, 3ാം ക്ലാസ്സുകാർ അത്ര എടുത്തതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു രീതിയിൽ 50 കിട്ടുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, 10നെ 5 തവണ എടുത്തു കഴിഞ്ഞാൽ 50 കിട്ടുമെന്ന് പഠിച്ചു. ഇനി നമുക്ക് അതിനെന്ത് ചെയ്യണം? വേറെ രീതിയിൽ നോക്കാം. ഓക്കെ, ഇവിടെ എത്ര കള്ളിയുള്ളൂ? 1 2 3. 3 കള്ളിയേ ഉള്ളൂ. ഓക്കെ, 3 കള്ളിയേ തന്നിട്ടുള്ളൂ. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യാതാ? 5 വിരലെടുത്തേ. 5 വിരലെടുത്തില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് 50 കിട്ടുക എന്ന് അറിയണം. ഇവിടെ ഓൾറെഡി 20 2 തവണ 20 തന്നിട്ടുണ്ട്. അപ്പൊ 5 വിരലെടുക്കുക. ഓക്കെ, 5 വിരലെടുത്തു. അതിലിതാ ആദ്യത്തെ 20 പോയി. ഓക്കെ, 2 വിരൽ പോയി. വീണ്ടും 2 വിരൽ പോയി. 20 പോയി. ഓക്കെ, ഇനി എത്രയാ ബാലൻസ് ഉള്ളത്? എത്രയാ ബാലൻസ് ഉള്ളത്? ഒരു വിരലല്ലേ? അപ്പൊ അത് എത്രയാ? 10 ആണ് അല്ലേ? 10 അല്ലേ? ഓക്കെ, നോക്കിക്കേ, 10 ചേർത്താൽ എത്രയാ? 50 കിട്ടി. നിങ്ങൾ ഈ 5 വിരൽ എടുക്കുന്ന സമയത്ത് നോക്കുക. 5 വിരൽ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വെക്കും, എൻ്റെ വിരൽ കാണുന്നില്ലേ? 5 വിരൽ എടുക്കുമ്പോൾ ഓരോ വിരലും എന്താണ്? 10 ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു 10, 5 10 ചേരുമ്പോഴല്ല 50 കിട്ടുക. 10 10 10 10 10 എത്രയാണ്? 50 ആണ് അല്ലേ? അപ്പൊ അതില് 20 തന്നു. ആദ്യം നമുക്ക് ഒരു ബോക്സിൽ 20 തന്നില്ലേ? അപ്പൊ 2 10 മടക്കി കഴിഞ്ഞാൽ 20 ആയി. രണ്ടാമത്തെ ബോക്സിൽ എന്ത് ചെയ്തു? 20 തന്നിട്ടുണ്ട്. വീണ്ടും 2 10 മടക്കിയപ്പോൾ എത്രയായി? 20 കഴിഞ്ഞില്ലേ? ഇനി എത്ര ബാക്കിയുള്ളൂ? ഒരു 10 ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് എത്രയാണ്? 50 കിട്ടാൻ വേണ്ടി ഇവിടെ 10 എഴുതി. മനസ്സിലായോ? ഇനി നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 40 ഉണ്ട്, പിന്നെ ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്യണം. എന്നാൽ നമുക്ക് 50 കിട്ടും. ഏതായിരിക്കും ആ സംഖ്യ? ഏതാണ്? ഇത് വീണ്ടും 5 വിരലെടുത്തേ. അതിൽ ഓരോന്നും 10 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ 40 വിരൽ, 40 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 40നെ മടക്കണം അല്ലേ? അപ്പം എങ്ങനെയാണ്? ആദ്യത്തെ വിരല് മടക്കി, ഒരു 10 പോയി. വീണ്ടും ഒരു 10 ചേരുമ്പോൾ എത്രയായി? 20 ആയിട്ടുള്ളൂ. വീണ്ടും അതിൻ്റെ കൂടെ ഒരു 10 കൂടെ മടക്കുമ്പോൾ 30 ആയി. അതിൻ്റെ കൂടെ ഒരു 10 കൂടെ മടക്കിയപ്പോൾ എത്രയായി? 40 ആയി. ഓക്കെ, 40 നമ്മൾ പോയി. ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്? ഒരു 10 അല്ലേ? അപ്പം ആ 10 കൂടെ ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും. ഓക്കെ, അപ്പം 50 കിട്ടുന്ന വേറെ രീതി എഴുതിയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3ാമത്തെ ക്ലാസ്സുകാർ. ഓക്കെ, 3ാമത്തെ ക്ലാസ്സുകാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 4ാമത്തെ ക്ലാസ്സുകാർ എത്രയാണ് ബുക്ക് എടുത്തതെന്ന് നോക്കണം. ഓക്കെ, ക്ലിയർ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ 50 തന്നത്. ഓക്കെ,
50 ഇവിടെ ഫസ്റ്റ് തന്നത്. ടോട്ടൽ അവര് 80 പുസ്തകം എടുത്തിട്ടുണ്ട്. ഓക്കെ, 4ാം ക്ലാസ്സുകാര് ആകെ 80 പുസ്തകം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കെട്ടിൽ നോക്കിക്കേ, അവര് 50 തന്നത്. അപ്പൊ ഇതെങ്ങനെയാ കണ്ടുപിടിക്കാന്നറിയാം? ബാക്കിയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമുണ്ട്. മിസ് പറഞ്ഞിട്ടെ, നിങ്ങൾ എന്താ ചെയ്യാ, 8 വിരലെടുക്കും. ഓക്കെ, 80 എന്ന് പറഞ്ഞാൽ എന്താ, 8 എണ്ണം എടുക്കുക അല്ലെ. ഓക്കെ, ഇതിൽ ഓരോന്നും എന്താണ്, 10കളാണ് അല്ലെ. ഒരു 10, 8 10 ചേരുമ്പോഴാണ് എന്ത് വരിക, 80 വരിക അല്ലെ. അപ്പൊ 1 10 20 30 40 50 60 70 80. ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾ 8 വിരലെടുത്തു. ഓക്കെ, അതിൽ എത്ര തന്നോ, 50 തന്നു അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 50നെ നിന്ന് മടക്കി കളയണം. ഓക്കെ, അപ്പൊ 50ന് മടക്കണമെങ്കിൽ 10 കുറച്ചു, 20 30 40 50 അല്ലേ. 50 വിരൽ കുറച്ചു. ഇനി നമുക്ക് 80ലേക്ക് പോവാൻ എത്ര വിരലുകളാ ബാക്കിയുള്ളത്? 3 വിരലുകളുണ്ട് അല്ലേ. 3 വിരലുകളുണ്ട്. ഇവിടെ നമുക്ക് എത്ര ബോക്സാ ഉള്ളത്? 3 ബോക്സുകളാ ഉള്ളത്. അപ്പൊ ഓരോ ബോക്സിലും നമ്മൾ എത്ര എഴുതണം? ഓരോ വിരലും എത്രയാണ്? 10 അല്ലേ അല്ലേ. ഓരോ വിരലുകളും 10 അല്ലേ. അപ്പൊ നമുക്ക് 3 വിരലുണ്ട്. അപ്പൊ 3ൽ എന്ത് ചെയ്യാം? 10 10 10 എത്ര കിട്ടി? 80 കിട്ടിയില്ലേ. അതായത് 50ന്റെ കൂടെ 3 തവണ 10 കൂട്ടിയാൽ നമുക്ക് 80 കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, ഇനി ഇവിടെ 60 തന്നത്. ഇവിടെ 2 ബോക്സേ ബാക്കിയുള്ളൂ, നമുക്ക് 80 കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇതാ 8 വിരലെടുത്തു. നേരത്തെ എത്രയായിരുന്നു? 50 ആയിരുന്നു. ഇപ്പൊ 60 അല്ലേ. അപ്പൊ 50 ഒരു 10 കൂടെ കുറച്ചിട്ട് എത്രയാണ്? ബാക്കി 2 വിരലുകളാണ് ഉള്ളത്. അപ്പൊ 2 വിരലാണ്. ഓരോ വിരലും എത്രയാ? 10 അല്ലേ. അപ്പൊ ഒരു 10 ഒരു 10. അപ്പൊ എത്രയാ? 2 10 ഉണ്ട് അല്ലേ. അതാ 10 10 എത്ര കിട്ടി? 80 കിട്ടിയില്ലേ. ഈസി അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ ഇവിടെ ആകെ ഒരൊറ്റ ബോക്സേ ഉള്ളൂ. 2 ബോക്സുകൾ തമ്മിൽ കൂട്ടിയാലാണ് 80. ഒരു ബോക്സ് ഇവിടെ ഒഴിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്ര ചെയ്യണം? അപ്പൊ 8 അല്ലേ. 8ൽ നിന്ന് 1 കൂട്ടി, 8നോ ഏതോ ഒരു സംഖ്യയോട് 1 കൂട്ടിയാൽ അത് എത്രയാണ്? 8 ആണല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ 60 വരെ എടുത്തപ്പോ എത്രയായി? ബാക്കി 2 വിരലുണ്ടായിരുന്നു. ഓക്കെ, 2 വിരലില്ലായിരുന്നോ? ഇവിടെ ഇപ്പൊ ബാക്കി 10 വേണ്ട, ഒരു വിരലാണ് ബാലൻസ് വേണ്ട. അപ്പൊ നമ്മൾ ഒരു വിരലോട് മടക്കുമ്പോ എത്രയാണ്? 70 ആയില്ലേ. 70 ആയില്ലേ. 70നോട് 1 കൂട്ടുമ്പോഴല്ലേ നമുക്ക് എത്ര കിട്ടുക? 80 കിട്ടുക. അപ്പൊ ഇവിടെ എത്രയാ വരിക? 70 ആണ് വരിക. 70 + 10 എത്രയാണ്? 80 ആണ്. 80 ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ 4ാം ക്ലാസ്സുകാർ എത്രയാണ് എടുത്തത്? 80 പുസ്തകമാണ് എടുത്തത്. അങ്ങനെയാണ് മിസ് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ്സിൽ ഇത് എഴുതിയിട്ട് തരണം. ഓക്കെ, അതായത് നമുക്ക് 70നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. അതായത് 10 10 10 അല്ലേ. 1 2 3 4 5 6 7 7 10 ചേർന്നാൽ 70 ആണെന്ന് അറിയാം. ഇനി ഇതല്ലാതെ വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് 70നെ എഴുതാൻ പറ്റും എന്നുള്ളത് കമന്റ്സിൽ നിങ്ങൾ പറയണം. മിസ് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ നോക്കും. ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്കിനി ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണാം.